മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയുന്ന മുതഅല്ലിമീങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഇമാം ജുവൈനി തങ്ങൾ ആരാണ്? അവരെ തവസ്സുലാക്കി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ ഇമാമാണ്. ആ ജുവൈനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ. ആ ഇമാമുൽ ഹറമൈനിന്റെ ബഹുമാനം എത്രയാണ്! ശാഫിഈ മദ്ഹബിലെ മുഴുവൻ ഫിഖ്ഹി ഗ്രന്ഥങ്ങളും അതെല്ലാം അവലംബമാക്കിയത് മഹാനായ ഇമാമുൽ ഹറമൈനിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഗസാലി ഇമാം തന്റെ കിതാബുകൾ ഉണ്ടാക്കുന്നത്. അതിനെ ചുരുക്കിയിട്ടാണ് റാഫി ഇമാം മുഹറർ ഉണ്ടാക്കുന്നത്. അതിന്റെ സംക്ഷിപ്ത രൂപമാണ് നബവി ഇമാമിന്റെ മിൻഹാജ് ഉണ്ടാകുന്നത്. അതിന് എത്രയാണ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുള്ളത്! അതെല്ലാം ഉണ്ടായത് നിഹായത്തുൽ മത്ലബ് ഫീ ദറായത്തിൽ മദ്ഹബ് എന്ന ഇമാമുൽ ഹറമൈനി തങ്ങളുടെ കിതാബാണ്. മഹാനവറുകൾ ഇത്ര വലിയ ഉന്നതിയിലെത്താൻ പല കാരണങ്ങളിൽ ഒന്ന് മഹാനവറുകൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ അതാ ഒരു ബിദ്അത്തുകാരുമായി എതിർകക്ഷികളുമായി ഒരു സംവാദം നടത്തുമ്പോൾ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ മഹാനവറുകൾ ചെറിയ ഒരു ഇടർച്ച സംഭവിച്ചു പോയി. കിട്ടുന്ന ഉത്തരം തന്നെയാണ്, എന്നാലും സംസാരത്തിൽ ചെറിയൊരു പ്രയാസം വന്നു. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞൊരു കാരണമുണ്ട്. ഞാൻ കൈകുഞ്ഞായി മുല കുടിക്കുന്ന പ്രായം, എന്റെ ഉപ്പ ഇമാം ജുവൈനി തങ്ങൾ യാത്രക്കൊരുങ്ങുന്ന സമയത്ത് എന്റെ ഉമ്മ യാത്രക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴാ ഞാൻ പാല് കുടിക്കാൻ വേണ്ടി വിശന്ന് കരഞ്ഞത്. അപ്പോ ഉപ്പയെ യാത്രയാക്കിയിട്ട് പാല് തരാമെന്ന നിലക്ക് ഉമ്മ വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ കരച്ചിൽ നിർത്തി. പാല് കിട്ടാതെ നിർത്താത്ത ഞാന് കരച്ചിൽ നിർത്തിയത് കണ്ടപ്പോ ഉമ്മ പണി നിർത്തിയിട്ട് വന്നു നോക്കിയപ്പോ അയൽവാസിയായ ഒരു മുഅ്മിനത്തായ പെണ്ണ് എനിക്ക് പാല് തരുന്ന മുലപ്പാല് തരുന്ന രംഗമാണ് കാണുന്നത്. ഉടനെ എന്നെ വാങ്ങിയിട്ട് എന്റെ ഉപ്പയുടെ അരികിൽ ചെന്നിട്ട് വിഷയം പറഞ്ഞപ്പോ എന്റെ ഉപ്പ എന്റെ വായിലേക്ക് കൈയിട്ട്, അതല്ലെങ്കിൽ എന്റെ തല കീഴ്പോട്ടാക്കി പിടിച്ച് എന്നെ കുലുക്കിയിട്ട് ഞാൻ കഴിച്ച പാല് മുഴുവനും ഛർദിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇത് ഹലാലല്ലാത്ത പാലാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ കൊടുത്ത പാലാ, അത് എന്റെ കുട്ടിക്ക് ഹലാലല്ല, അതുകൊണ്ടാണ് ഞാനത് ഛർദിപ്പിച്ച് കളഞ്ഞത്. ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നു, ഞാൻ ഉറപ്പിക്കുന്നു അന്ന് എന്റെ ബാപ്പ പുറത്തേക്ക് ഛർദിപ്പിച്ചപ്പോൾ ആ കുടിച്ച പാലിന്റെ ഒരു അംശമെങ്കിലും എന്റെ വയറ്റിൽ അന്ന് ഉണ്ടായേക്കാം. അതിന്റെ കാരണമാണ് എനിക്ക് ഈ ഒരു പ്രയാസം ഇന്നുണ്ടായത് എന്ന് മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. ദുആക്ക് ഉത്തരം വേണോ? കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. ഹറാമായതൊന്നും സമ്പാദിക്കരുത്. മാനവത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഒന്ന് രണ്ട് ഹദീസുകൾ പറയാൻ നിർത്താൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വബൈന മാ ഇൻദഹു. അല്ലാഹു തആല ഒരു അടിമക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ദുനിയാവ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അള്ളാന്റെ അടുക്കലുള്ള സുഖങ്ങൾ തിരഞ്ഞെടുക്കുക. ഫഖ്താറ മാ ഇൻദല്ലാഹ്. ആ അടിമ അള്ളാന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വഅദ് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല. ഫബകാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇതങ്ങ് മുത്തുനബി പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളങ്ങ് പൊട്ടി പൊട്ടി കരഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ നഫ്സിൽ ഇങ്ങനെ ചോദിച്ചു, മാ യുബികി ഹാദാ ശൈഖ്, എന്തിനാണ് കരയുന്നത്? സുബ്ഹാനല്ലാഹ്. വിഷയം എന്തായിരുന്നു ചുരുക്കി പറയട്ടെ. ആ അബ്ദ് മുത്തുനബി തങ്ങളാണ്. നബി തങ്ങൾ വഫാത്താകാൻ അടുത്തു എന്നതിന്റെ സൂചനയാണ്. അത് മനസ്സിലായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം വകാന അബൂബക്കറിൻ അഅലമനാ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള
മുത്തുനബിയുടെ ഓരോ വാക്കിനും അർത്ഥം വെക്കാൻ കഴിയുന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി വഫാത്തായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ നിയന്ത്രണം വിട്ടപ്പോ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ എന്ന് മുത്തുനബിയോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില അൻഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അമ്മൽ മൗതത്തുല്ലതി ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതത്തൈനി. മുത്തുനബിയുടെ അരികിൽ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, രണ്ട് മരണം അല്ലാഹു ഒരാൾക്ക് വെച്ചിട്ടില്ല. ഫഅമ്മൽ മൗതത്തുല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹാ. അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കിയ മരണം അത് സംഭവിച്ചു കഴിഞ്ഞു, അത് അല്ലാഹു നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബത്തൊക്കെ അത് മനസ്സിലാക്കി അടങ്ങിയത്. അങ്ങനെ ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൂർണ്ണമായ മഹബത്ത് വെച്ചവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു മഹബത്തുണ്ട്, പക്ഷേ ആ മഹബത്തിന്റെ പേരിൽ മനസ്സിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനേക്കാളും വലിയ ആളാണ്, അതിൽ കമാൽ കിട്ടിയ ആളാണ്. അതുകൊണ്ട് 100% മഹബത്ത് പ്രകടിക്കുമ്പോൾ തന്നെ അതിനെ നിയന്ത്രിക്കാനും മഹാനവറുകൾക്ക് സാധിച്ചു എന്നത് മഹാനവറുകളുടെ സ്ഥാനം വർദ്ധിപ്പിക്കുകയാണ്. അത്രയും വലിയ മഹാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ആ ഉമ്മത്തിന്റെ സാരഥ്യം ഏറ്റെടുത്ത് 2 വർഷവും 3 മാസവും 8 ദിവസവും ഖലീഫയായി മഹാനവറുകൾ നിലകൊണ്ട് തന്റെ 63-ാം വയസ്സിൽ ഹിജ്റ 13-ന് ജുമാദുൽ ഉഖ്റ 22-ന് തിങ്കളാഴ്ചയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. സ്വഹാബികളോട് മുശാവറ ചെയ്തു, അടുത്ത ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു തന്നെ വസിയത്ത് ചെയ്തതും മറ്റു സൂചിപ്പിച്ചതും കാണാം. അങ്ങനെ അവസാനം തവഫനി മുസ്ലിമൻ, എന്നെ ഒരു പ്രവർത്തകനായി മരിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. എന്നാൽ ആ സമയത്തും ദുആ അതായിരുന്നു, ഒരു പ്രവർത്തകനായി നീ എന്നെ മരിപ്പിക്കണം അല്ലാഹ്. മഹദിയായ അവിടുത്തെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹയാണ് കുളിപ്പിച്ചത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചാരത്ത് രണ്ടാമനായി നമുക്ക് അവിടെ ചെന്നാൽ രണ്ടാമത്തെ സലാം ലി അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇത്രയും വലിയ ബഹുമാനം അല്ലാഹു തആല മഹാനവറുകൾക്ക് കൊടുത്തത് തന്റെ ജീവിതം അത് മുത്തുനബിക്ക് വേണ്ടി ജീവിച്ചു എന്നതാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു എന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ദീനിനു വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ സ്മരണ ലോകത്തെ എല്ലായിടത്തും ഉണ്ടാകും.